ചിട്ടി നിങ്ങൾ പിടിക്കാൻ നോക്കിട്ട് എന്തായി പിടുത്തം കിട്ടിയില്ലേ? ചിട്ടി പിടിച്ച് എന്നിട്ട് എന്റെ വള എടുത്തു. പാത്തോ, അതെ, നമ്മളെ അൻവറിന്റെ ഭാര്യയല്ലേ റംല, ഓളൊന്ന് തലകറങ്ങി വീണ് ആശുപത്രിയില. അപ്പൊ ആ പൈസ തൽക്കാലം ഞാൻ ഒന്നൊന്ന് മറക്കാൻ കൊടുത്ത്. ഓ 3-4 ദിവസത്തിനുള്ളിൽ തരൂ. നോണ കല്ല് വെച്ച് നോണ. ഇഞ്ച വള തരാണ്ട് കള്ളങ്ങളെ പുതിയ അടുവ് അല്ല പാത്തോ, ആണി. നിങ്ങൾ ഒരു കാലത്ത് നന്നാകിയാല പഠിച്ചോനിച്ച വള പോയല്ലോ. 2.5 പവന്റെ വള അതിന് നല്ല കാഴ്ചക്കുണ്ടാക്കിയ വള. 5 വള ഒരാൾക്കൊരു അത്യാവശ്യം വന്നപ്പോ അയാളെ സഹായിച്ചാ ഞാൻ ചെയ്ത് തെറ്റ്? എനിക്കൊന്നും കേക്കണ്ട. നിങ്ങളെ ഞമ്മളെങ്ങനെ വിശ്വസിക്കൂ? കള്ളനങ്ങള്. അതിന് എന്റെ വള ഞാൻ കട്ടില്ലല്ലോ, പണയം വെച്ചിട്ടില്ലുള്ളൂ. രണ്ടും ഒന്ന് തന്നെയാണ്. ഇങ്ങനെ വാക്കിന് ഉറപ്പില്ലാത്ത ഒരാണിന്റെ ഒപ്പരോ നമ്മൾ എങ്ങനെ ജീവിക്കൂ? നട്ടലില്ലാത്ത കെട്ടിയോനാണുങ്ങള്. പറഞ്ഞ വാക്കിന് വിലയില്ലാത്ത മനുഷ്യൻ. ഒച്ചുണ്ടാക്കിയല്ലോ കൊന്നാള് ഞാൻ. കൊന്നാളുകള് അതുകൂടെയല്ലേ ബാക്കിയുള്ളവര്. ഓ, ഉറങ്ങുമ്പോഴാ മനുഷ്യന് സ്വൈര്യം കിട്ട, അതിനും സമ്മതിക്കൂല. നാശം. പെണ്ണും പൊന്നും മനുഷ്യനെ നശിപ്പിക്കാനായിട്ടുണ്ടായതാ. ഓ, പെണ്ണിനും പൊന്നിനും ആയില്ലേ കുറ്റം? പേച്ച വള പോയല്ലോ. പൊന്നില്ലാണ്ടു വല്ലാത്തൊരു മരിച്ചേ, എല്ലാം കൂടെ തൊലിക്കണ ഒരു മരിച്ചേ. എന്തിനാണ് നിങ്ങളങ്ങോട്ട് പോയാത്? കസ്തൂരി തയ്യലമിട്ട് മൂടി മീനുക്കി മുത്തോട് മുത്ത്. എന്റെ വള ബാക്കിയുള്ളവനെ സമാധാനമായിട്ട് ജീവിക്കണം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നല്ലേലോ? കണ്ണൊന്ന് നോക്കട്ടെ, ഡ്യൂപ്ലിക്കേറ്റ് ആണോന്ന്. എന്റെ മക്കളെ, ഒരു വള പണയം വെച്ചേനെ നിങ്ങൾ ഉമ്മന്റെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയ നിങ്ങൾക്ക്? ഓള് സ്നേഹിക്കണതേ ഇന്നെ നിങ്ങളൊന്നും അല്ലട്ടോ, പൊന്നിനെ. ആവശ്യം വരുമ്പോ പണയം വെക്കാൻ ചോദിക്കുമ്പോ ഇങ്ങനൊന്നും അല്ലല്ലോ വർത്താനങ്ങളത്. അത് പിന്നെ ഞങ്ങളെ ഭർത്താക്കന്മാരൊരു ഗതികേടാ. അല്ലപ്പാ, ഇതെടുക്കാൻ ചാമക്കാലിലെ അൻവർക്ക് പൈസ ആവുന്റെ മോളെ, ഇജ്ജെങ്കിലും അത് ചോദിച്ചല്ലോ. ഓക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. ഓക്കോളെ പൊന്നു മതി. ഉപ്പ വീണ്ടും സുശീലിന്റെ അടുത്തേ പലിശക്ക് പണം വാങ്ങി എന്റെ MAT വരെ പണയം വെച്ചിട്ട് കൊള്ള പലിശക്ക്. എല്ലാം ഈ ഒരു ഒറ്റ ഒരുത്തിന്റെ കാരണ. ഓളെ വള കിട്ടിയില്ലെങ്കിലേ ഓള് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുന്ന ഭീഷണി. ഉപ്പാനെ വിളിക്കാവുന്ന ചീത്ത മുഴുവൻ ഓള് വിളിച്ച്. ഇനിയിപ്പോ സുശീലിന്റെ കൊള്ള പലിശ മുഴുവൻ നമ്മൾ കൊടുക്കണം. എന്തിനാ? ഇവളെ പിടിവാശി കാരണോ? നമ്മൾ ഈ വീട്ടിൽ അനുഭവിക്കേണ്ട പൈസയാ നമ്മളിപ്പോ പലിശനത്തിൽ ഓന് കൊണ്ട് കൊടുക്കണേ. എന്റെ ഗതികേട് കാരണം, അന്റെ പിടിവാശി കാരണം. ഇന്നൊരാവശ്യത്തിന് വന്ന് ചോദിച്ചാല് തരാൻ പൊന്നു മാണ്ടേ? അതുകൊണ്ടാ ഞമ്മള് വാസിടിച്ച്. അതിന് ഇന്നെ എന്തൊക്കെ പറഞ്ഞു? ഞാൻ നട്ടലില്ലാത്ത ഭർത്താവെന്ന് വരെ പറഞ്ഞില്ലേ? ഇന്നെപ്പോലെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. ഉള്ളിൽ ആഗ്രഹം ഉണ്ടാവും കെട്ടിയോളോട് പൊന്ന് ചോദിക്കരുതെന്ന്. പക്ഷെ ഗതികേടുണ്ടാ, വേറെ മാർഗമില്ലാത്തോണ്ടാ. ഇപ്പൊ തന്നെ വളരെടുക്കാൻ എവിടുന്നാ പൈസ ഉണ്ടാക്കി നിനക്ക് അറിയാനോ? ഇജ്ജ് ചോദിച്ചിനോ? ഭർത്താവിന്റെ സാമ്പത്തിക ബാധ്യത ഒരു ഭാര്യ അറിഞ്ഞിരിക്കണം. അന്നെപ്പോലെ പെരുമാറുന്ന ഒരാളെടുത്ത് ഒന്നും പറയാൻ തോന്നൂല. അതുകൊണ്ട് എനിക്കെന്താ സംഭവിച്ചേ? ഞാൻ കൂടുതൽ പലിശക്ക് പിന്നെ കടം വാങ്ങേണ്ടി വന്ന്. അൻവറിനെ സഹായിക്കാൻ പോയതാ നമ്മൾ ചെയ്ത കുറ്റം. ഈ ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, ഈ ബഹളം വെക്കണ്ടെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ കടം വാങ്ങേണ്ടി വരില്ലായിരിക്കും. ഭാര്യയും ഭർത്താവും ഒന്നിച്ചു നിന്നാലേ ഒരു കുടുംബം മുന്നോട്ട് പോകും. എനിക്ക് സങ്കടം വരുന്ന മൂസക്കായെ. കൊണ്ടുപോയി പണയം വെച്ചിട്ട് പലിശക്ക് വാങ്ങിയ കടം തീർക്കി. വേണ്ട, അത് അൻവർ തരുമ്പോ ഞാൻ എങ്ങനെ കൊടുത്തു? അല്ല, നിങ്ങള് പണയം വെക്കണോ? പണയം വെച്ചാൽ അതിലും കുറവ് പലിശയല്ലേ ആവൂ. ആ കട ആദ്യം തീർക്കി, എന്നിട്ട് ആ MIT ഇങ്ങോട്ട് എടുക്കി. വെറുതെ എന്തിനാ സുശീലിന് പലിശ കൊടുക്കണേ? ആ പൈസ ഒക്കെ നമ്മൾ അനുഭവിക്കണ്ടല്ലേ മക്കളെ? അതിന് ഈ 3 വളയൊന്നും വേണ്ട, ഇതങ്ങോട്ട് വെച്ചോ. ബാക്കി കിട്ടുന്നത് ആ കവിതന്റെ അക്കൗണ്ടിൽ കിട്ടിയൊക്കെ. ഏത് കവിത? ഉപ്പച്ചിയെ ചികിത്സാ സഹായം നേടുന്നൊരു പാവപ്പെട്ടൊരു കുട്ടിയുണ്ട്. അപ്പൊ നമ്മളെ കെട്ടിയോള് ചേഞ്ച് ആയോ? അന്റെ പൊന്ന് പാവപ്പെട്ടവർക്ക് സഹായത്തിന് കൊടുക്കാൻ തുടങ്ങിയോ? എന്നെ കൊണ്ടു ഇഞ്ച പൊന്നോണ്ടു ആർക്കെങ്കിലും സഹായം ആവുമ്പല്ലേ നമ്മൾ സന്തോഷിക്കണേ, നല്ല മനുഷ്യന്മാരാവണേ. ഇതെന്റെ പാത്ത് തന്നെയാണോ? ഒറിജിനൽ പാത്ത് തന്നെ, സംശയിക്കണ്ട. ഇപ്പൊ ആരായിന്നറിയോ? ആരാ? നല്ല 1-ാം തരം തങ്കം, 916 തങ്കക്കട്ടി, പൊന്നും കട്ടി, പാത്തുക്കുട്ടി, ഫാത്തിമ. ഈ വയ്യാത്ത ഉപ്പനുമായിട്ട് ഇങ്ങോട്ട് എന്തിനു വന്നതാ? ആർക്കാണ്ടി വയ്യാത്ത? ഞമ്മളിപ്പോഴും ഫിറ്റാണ്. ചെവി കുറച്ച് കമ്മിയാ, പക്ഷെ കേക്കണ്ടാത്ത കാര്യങ്ങൾ മൊത്തം അങ്ങോട്ട് കേൾക്കുകയും ചെയ്യും. സുഖീനോ? അത് വാങ്ങിയില്ല മോളെ. ഈ ഉപ്പനെ കൂട്ടാൻ വരുന്നില്ല? ഞാൻ വരൂ താത്ത, 1 മാസം കഴിഞ്ഞിട്ട് വരാം. ഇനിയും പോയി കിടക്കുക? ഇവിടെ ഓർക്കരൊക്കെ ഒരു സമയല്ലേ?
അന്റെ വയസ്സ് വെച്ചിട്ട് 6 മണിക്കൂറേ ഉറങ്ങാൻ പാടുള്ളൂ. പട്ടം പട്ടം. അതെ അതെ, ഒരു ഭാഗം ഉണങ്ങിയിട്ടുണ്ടെങ്കിലേ അത് തിരിച്ച് ആറിട്ടേക്ക്. മീന മീന നിങ്ങളാണ് MIT മൂസ? വല്ലാത്തൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം കൊല്ലാപ്പിലാകണ വല്ലാത്ത സമാധാനായി കാലം കണ്ടാലൊരു കോലം ബാക്കിലേക്ക് മാറ്റിയോ? നീങ്ങുന്ന മൂസാന്റെ നെഞ്ചിൽ എന്നോട് ചോദിച്ചില്ലല്ലോ, ഞാൻ പോയി പാടിയേനു. പുളുവടി അതിരുകടക്കും കൊണ്ടോട്ടിക്കാരൻ അയ്യോ വെറും പാവം അതിനെ വേദനിപ്പിക്കരുത് റബ്ബേ. മൂസ ഇവനെമ്മയ്ക്കൊരു ലോകം പിടിവിട്ട് പറക്കണ കാലം വല്ലാത്ത പകയന്റെ കൂടെ കളികാലം. നെപ്പിനുള്ള ആണുങ്ങളും മീമനിങ്ങനെ ഉപഗ്രഹം ചുറ്റണമായിരുന്നു. മീൻ കച്ചവടമൊക്കെ നിർത്തിയിട്ട് പിരിവിന് പോയാൽ മതി. നോട്ടുമാല കോർക്കണമാരി കോർത്തിട്ട് എന്റെ കഴുത്തിൽ കങ്ങിട്ട് നോക്കി. നമ്മളോട് ഇച്ചാതി മേടില്ലേ? അരവയർ നിറക്കാൻ കുടുകുടു ശകടം ആരെങ്കിലും ഒന്ന് വാരി തന്ന പുട്ടും തിന്നേ. അവൻ കേൾക്കാത്ത വഴിയൊന്നും എനിക്കൊരു പരവേശാവുന്നല്ലോ. ചുഴറ്റി പകയൻ പറക്കണ്ണ് ചെറുചിരിയോടെ പോലെ കുഴലെടുത്തൂതി തടിതപ്പം അതിശയൻ MIT മൂസ 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 കയ്യും കാലും വെട്ടി നാട്ടിൽ വീട്ടുകാർക്ക് കൊടുക്കും.